ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങളിതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തായ്മ ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് വെറുതൊന്നല്ല അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? അതുകൂടെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. അതായത് യായുവല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവിടെ എന്താ പറഞ്ഞേ? അള്ളാന്റെ ദീന് വിട്ട് നിങ്ങൾ മുർത്തദ്ദുകളായി നിങ്ങൾ വേറെ ടീമായിട്ട് പോയാൽ അള്ളാഹു വേറെ ടീമിനെ കൊണ്ടുവരും. അവരെ അള്ള ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും അവർ അള്ളാനെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരെന്താണ്? വലാ യഖാഫൂന ലൗമത ലാഇം. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നബി പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തി അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീസുലായിട്ട് എടുത്തോ, നെടുമസലത്തിന്റെ എടുത്തോ, ഒരു ജിന്നുബാധത്തിന് കൊണ്ടുപോയാൽ മടക്കി നോക്കോ, ഒരു മടക്കി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്നറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നബിയെ ചികിത്സിക്കുകയും ചെയ്തു, തിരിച്ചുപോയി. തിരിച്ചു നബിയും സഹാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുക. ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളുകൾക്ക് വരുമ്പോ ഇന്നർക്കിലേക്ക് നമ്മുടെ ആളുകളെ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കേരളത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയേറ്റ് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കോ, അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോകും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായവർ മരിച്ചുപോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ചികിത്സ ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ, പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒരു നൂലുമ്മക്കളി പോലെയാണിത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരുക്കമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, കേന്ദ്രമിന്റെ പള്ളിയിൽ കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ദഹിക്കാനാവാത്ത വിധത്തിലുള്ള അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ മാറിപ്പോയി എന്നത് അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതായിരിക്കാം, തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അങ്ങനെയാണ് അവരുടെ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ഘട്ടമായിരിക്കും ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവ്വകാല സലഫി പണ്ഡിതന്മാരൊക്കെ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.